ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെ ടൗണിലൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ 50% ഡിസ്കൗണ്ട് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള ഷോപ്പാണ്, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് KSRTCക്കാണ് പോണത്, ടൗണിലേക്ക്. അങ്ങനെ ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡ് എത്തി. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് നടന്നാൽ മൈജി കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൈജിയിലേക്കാണ് പോയത്. എനിക്കൊരു ഷോൾഡർ മൈക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതായത് കോളർ മൈക്ക്. അതിനായിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഓക്കെ, മാവൂരോടുള്ള മൈജിയിൽ 2-3 മൈജി ഷോപ്പിൽ കയറി, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെയും നോക്കി. അങ്ങനെ ഞങ്ങൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കയറിയത് കേട്ടോ. ഓക്കെ, നാഷണൽ ഹോസ്പിറ്റലിനൊക്കെ അടുത്തായിട്ട് വരും. അവിടുന്ന് എൻ്റെ സ്ക്രീൻ ഗ്ലാസ് ഒക്കെ പൊട്ടി കിടക്കുമായിരുന്നു. അപ്പോൾ സ്ക്രീൻ ഗ്ലാസ് ഇവിടെ ഇട്ടു. പിന്നെ അവിടെ നിന്ന് ഒരു ഷോൾഡർ മൈക്ക് വാങ്ങി. 800 രൂപ ആയിട്ടുള്ളൂ. ഗ്യാരണ്ടി ഒന്നുമില്ല കേട്ടോ. അവർ പറഞ്ഞു ഗ്യാരണ്ടി ഒന്നും ഇല്ലാന്ന്. എങ്കിലും ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഇതാണ് ഷോപ്പ് കേട്ടോ. ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് രുചി ഭവനിൽ നോക്കി കേട്ടോ. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഷോൾഡർ മൈക്ക് തിരഞ്ഞ് കുറച്ച് നടന്ന് അപ്പോൾ നന്നായിട്ട് വിശന്ന് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ നേരെ ടോപ്പ് ഫോമിലേക്ക് വിട്ടു. അവിടുന്ന് വെജിറ്റബിൾ ബിരിയാണിയും ചിക്കൻ കറിയും ഓർഡർ ചെയ്തു. സാലഡും അച്ചാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് നന്നായിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ലെമൺ ജ്യൂസും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. ലെമൺ ജ്യൂസ് മോനും ഇഷ്ടമാണ്. അങ്ങനെ ഞാനും കുറച്ച് ലെമൺ ജ്യൂസ് കുടിച്ചു, ബാക്കി അവനും കുടിച്ചു. ഞങ്ങളൊരു ഗ്ലാസ്സാണ് കേട്ടോ ഓർഡർ ചെയ്തേക്കുന്നത്. അതുതന്നെ മതിയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഹോട്ടൽ കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാവൂർ റോഡ് ആ ഭാഗത്തൊക്കെ വരുമ്പം വരാറുള്ള ഒരു ഹോട്ടലാണ്. നല്ല അടിപൊളി ഫുഡൊക്കെയാണ് അവിടുത്തെ ഫുഡ് എന്ന് പറയാൻ. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കസവ് കേന്ദ്ര. അപ്പം ഞാൻ അവിടെ ഇവിടെ ഒന്ന് കയറി കേട്ടോ. കാരണം നല്ല സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. മെഗാ സെയിൽ തന്നെ പറയാം, അത്രയും നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കസവ് കേന്ദ്രയിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻട്രി. നമ്മുടെ ഈ ഒരു ചേച്ചി, അതായത് അവിടെ വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്ന ചേച്ചി നിൽക്കുന്ന ആ ഭാഗത്താണ് നമ്മൾ ബാഗൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ടോക്കൺ തരും. പിന്നെ വരുമ്പോൾ നമ്മളത് എടുത്താൽ മതി. അപ്പോൾ കയറിയത് ഞാൻ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. അവിടെയാണ് സെറ്റും ഉള്ളത്. കസവ് സാരിയൊക്കെ ഉള്ളത് അവിടെയാണ്. പിന്നെ നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. സാരി സെക്ഷനൊക്കെ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു സെറ്റ് സാരിയും ഒരു വേഷ്ടിയും മുണ്ടും സെലക്ട് ചെയ്തു. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. സാരി സെക്ഷനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കോഴിക്കോട് കസവ് കേന്ദ്രം പോയിട്ട് വാങ്ങിക്കാം കേട്ടോ. അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ട് അവിടെ. നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 ചേച്ചിമാരാണ് എന്നെ സാരി സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. സാരി ആണെങ്കിലും സെറ്റ് മുണ്ടാണെങ്കിലും ഈ ചേച്ചിക്ക് ഭയങ്കര നാണമായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് വെച്ച് നോക്കി, എന്നോട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് എടുത്തോളാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ 2 സെലക്ട് ചെയ്തു. മോൻ അവിടെ അങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്തുള്ളത് ഞങ്ങളുടെ ആരുമല്ല കേട്ടോ. അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ, സാരി ആയിട്ടും ധാവണി ആയിട്ടും ഒക്കെ. അങ്ങനെ ഞാൻ 2 സെലക്ട് ചെയ്തു. ഒരു സെറ്റും മുണ്ടും ഒരു സാരിയും സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഏതായിരിക്കും സെലക്ട് ചെയ്തതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ 3rd സെക്ഷൻ വന്നിട്ട് കോസ്റ്റ്യൂം സെക്ഷനൊക്കെയാണ് കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റ് സെക്ഷനും അവിടെ ഉണ്ട്. ഞാൻ നേരെ 4th സെക്ഷനിലേക്ക് ഒന്ന് കയറി നോക്കി. ചുരിദാർ സെക്ഷൻ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ എനിക്ക് പറ്റിയതൊന്നും അവിടെ കണ്ടില്ല. അപ്പോൾ ഞാൻ നേരെ താഴോട്ടേക്ക് തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ വാങ്ങിച്ച 2 ബില്ല് അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ക്യാഷും ഡെലിവറിയും താഴെ തന്നെയാണ്. അപ്പോൾ അവിടെ ക്യാഷ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചു പോന്നു. ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നത് KSRTCക്ക് തന്നെയാണ്. പിന്നെ ഞങ്ങൾ നാട്ടിലെത്തിയ സമയം അവിടുന്ന് ഞങ്ങളൊരു
പൈനാപ്പിൾ ജ്യൂസും മോനൊരു കട്ട്ലറ്റും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.